അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചിട്ടുള്ള സ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് എന്ന്. അള്ളാഹുവിൻ്റെ സ്മരണ എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു മത്സ്യത്തിന് വെള്ളം എത്ര അത്യന്താപേക്ഷിതമാണോ, അടിസ്ഥാനപരമാണോ, അതുപോലെയാണ് ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചിട്ടുള്ള ദിക്ർ എന്നുള്ളത്. ദിക്റുള്ള അള്ളാഹുവിന് സ്മരണ, അള്ളാഹുവിൻ്റെ സ്മരണ അത് വാചികമായിട്ടാകാം, മനസ്സുകൊണ്ടുള്ളതാകാം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർത്തുകൊണ്ട് ചെയ്യുന്നതാകാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ ദിക്റിനേക്കാൾ ഉത്തമമായ മറ്റൊന്നില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്റുകളിൽ സദാ കഴിയേണ്ടവരാണ് ഓരോ വിശ്വാസിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദാസമയവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്റുകളിലായിരുന്നുവെന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വ്യത്യസ്തങ്ങളായ ദിക്റുകൾ നമുക്കവിടെ പഠിപ്പിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. നമ്മൾ തന്നെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നിടത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നിടത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതും ഓർമ്മപ്പെടുത്താനുള്ളത്. ഓരോ ദിക്റുകൾ പ്രത്യേകം ചൊല്ലുമ്പോഴും അത് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നതായി മാറേണ്ടതുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് ഒരു അശ്രദ്ധയിൽ പറയുന്ന ഒരാൾ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടി മഹാത്മ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു കുറവുകളുമില്ല, അന്യൂന്യനാണ് എന്ന് ബോധ്യപ്പെടുന്നതിലൂടെ സുബ്ഹാനല്ലാഹ് എന്ന് മനസ്സിൽ നിന്ന് വരുന്ന ഒന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് പറയുന്ന ഒന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ദിക്റുകളും ദുആകളും മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാൻ ഉപയോഗപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.